പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. തന്റെ ഈ അവതാപറച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി ഒരു ദിവസത്തെ അവധി കേൾക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അയ്യോ മേനോൻ സാറേ, അങ്ങനെ പറയരുത്. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ എന്റെ രൂപ എങ്ങനെ തരാന്ന് കരുതിയിരിക്കുന്നത്? മൂത്ത പെണ്ണിന് സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിയതല്ലേ. പശുവും ചത്തും മോരിലെ പുളിയും പോയി. എന്നിട്ടും കാണാ കൂണ എനിക്ക് എന്റെ രൂപ കിട്ടണം. മേനോൻ സാർ ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പെണ്ണിന്റെ സ്ത്രീധനം ബാക്കി കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടേനെ. കർത്താവാണ് സത്യം, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. നിങ്ങളുടെ കുമ്പസാരം കേൾക്കാൻ വന്നല്ല ഞാൻ. ഇന്ന് എനിക്ക് എന്റെ രൂപ കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. എടാ, നീ അകത്ത് കയറിയിരുന്നോ? രൂപ കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. അയ്യോ സാറേ, ഞങ്ങൾ അപമാനിക്കരുത്. അപ്പച്ചൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ അവധി കൂടി തരണം. എടോ മേസ്ത്രി, സൗന്ദര്യവും വിദ്യാഭ്യാസമുള്ള രണ്ട് പെമ്പിള്ളേരല്ലേ ദൈവം തനിക്ക് തന്നിരിക്കുന്നത്. രണ്ടിനെയും കൂടി എന്തെങ്കിലും ജോലിക്ക് വിട്ടിരുന്നെങ്കിൽ കിട്ടുന്നോണ്ട് പലിശയെങ്കിലും അടക്കായിരുന്നില്ലേ? അങ്ങനെ ജോലി കിട്ടുക എന്ന് പറഞ്ഞ അത്രയ്ക്ക് എളുപ്പമാണോ? ഞങ്ങൾക്കാണെങ്കിൽ സഹായത്തിന് ആരുമില്ല. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നോട് ഒരു വാക്ക് ചോദിച്ചാൽ നിങ്ങള് നാളെ തന്നെ മക്കളെ രണ്ടിനെ ഫൈനാൻസ് കമ്പനിയിലേക്ക് പറഞ്ഞു വിട്, ഞാൻ ജോലി കൊടുത്തോളാം. അത് നല്ല കാര്യം കേട്ടോ. പെങ്കൊച്ചങ്ങൾ മനസ്സ് വെച്ച് കുറച്ച് ഓവർ ടൈമും കൂടി നിന്നാല് പലിശ മാത്രമല്ല മുതലും കൂടി അങ്ങ് അടഞ്ഞു. അതൊന്നും വേണ്ട മേനോൻ സാറേ. ഈ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് സാറിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം. എനിക്കൊരു അവധി കൂടെ തരണം. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. വീടും പറമ്പും വിൽക്കാതെ മറ്റു മാർഗമൊന്നുമില്ലേ? അയാളോട് ഇനി അവധി പറയാൻ പറ്റില്ല. വൃത്തികെട്ടവനാ അയാൾ. ഇനിയും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയാ ഇറങ്ങി കൊടുക്കേ നിവൃത്തിയുള്ളൂ. അതുമല്ല, ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്ത്രീധന ബാക്കി ഉടനെ കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ ജീവിതം. താനതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. തൽക്കാലം നമുക്ക് ഗായത്രി ഫൈനാൻസ് ഡോക്യുമെന്റ്സ് എടുത്ത് വേറെ ഏതെങ്കിലും ബാങ്കിൽ വെച്ച് പൈസ കുറച്ച് കൂടുതൽ ആവശ്യപ്പെട്ട് നോക്കാം. കിട്ടുവാണെങ്കിൽ ഉള്ളത് നമുക്ക് ചേച്ചിയുടെ വീട്ടുകാർക്ക് കൊടുക്കാം. അതെങ്ങനെയാ? അവിടുന്ന് ആധാരം എടുപ്പിക്കാൻ പൈസ വേണ്ടേ? അതിനൊക്കെ വഴിയുണ്ട്. തൽക്കാലത്തേക്ക് ഒരു തിരുമറിക്കായി കുറച്ച് പണം കണ്ടെത്താൻ എന്നെ കൊണ്ടും പറ്റുള്ളൂ. അയ്യോ, അതൊന്നും വേണ്ട. അപ്പച്ചൻ ഒട്ടും സമ്മതിക്കത്തില്ല. കാമുകൻ കാമുകിക്ക് പണം പ്രസന്റ് ചെയ്യുക എന്നുള്ള കോംപ്ലക്സ് ഒന്നും വേണ്ട. അപ്പച്ചനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ, അതുപോലെ? മോൻ ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാര്യങ്ങളൊക്കെ റോസ്മേരി പറഞ്ഞു. നമുക്ക് ആദ്യം ആ ഗായത്രി ഫൈനാൻസ് ആധാരം എടുപ്പിക്കാം. അതെങ്ങനെയാ മോനെ? എങ്ങനെ നോക്കിയാലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ആകെ വരുമാനമെന്ന് പറയാൻ റോസ്മേരിയുടെ പേരിൽ ലിസി കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഉടനെ കിട്ടും. എന്നാലും മതിയാകില്ലല്ലോ. ഏതായാലും അങ്ങനെ ഒരു ബുദ്ധി റോസ്മേരിയുടെ അപ്പത്തിന് തോന്നി നന്നായി. ഇട്ടതിന്റെ ഇരട്ടി കിട്ടുമല്ലോ. എന്തായാലും തൽക്കാലം നമുക്ക് അതെടുക്കാം. ബാക്കി പണത്തിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായി കാര്യങ്ങളൊക്കെ? ജോണിക്കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഒക്കെ തമ്പുരാൻ വിചാരിച്ച ശരിയാവും വെച്ചു. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ ഞങ്ങള്. കഴിഞ്ഞ വർഷം ഇവളുടെ പേരിൽ ലിസി കുറച്ച് പണം ഇട്ടിരുന്നു. അതിപ്പോ തിരിച്ചു കിട്ടു വച്ചു. അത് നന്നായി. ലിസ്റ്റിലായിരുന്നല്ലോ, വിശ്വസിക്കാം. ആട്ടെ, അത് കിട്ടിയാ തീരുന്നതാണോ പ്രശ്നങ്ങളൊക്കെ? കുറച്ച് പണം ആ ഉണ്ണികൃഷ്ണൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആ ആധാരം ഒന്ന് എടുപ്പിക്കണം. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാ ഒരു വഴി നോക്കണം വെച്ചു. ഒക്കെ ശരിയാവിടൂ. കർത്താവ് നിനക്ക് നല്ലതേ വരുത്തൂ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും. എന്നാ വരട്ടെ. ആട്ടെ, ശരി അച്ഛൻ. എന്താ മോളുടെ കല്യാണക്കാരും വലുതുമായോ? ഏയ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പണം ഇട്ടിരുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കർത്താവ് നടത്തി തരണ്ടേ? അതെ അതെ. മോൾ ഇതാ ബാഗിലോട്ട് വെച്ചേ. അതിനുശേഷം ഞാനും റോസ്മേരിയുടെ അപ്പച്ചനും കൂടി മാതാ ഫൈനാൻസിൽ ചെന്ന് മുകുന്ദ മേനോനെ കണ്ടു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മേനോൻ ഡോക്യുമെന്റ്സ് റിലീസ് ചെയ്തത്.
തുക കുറച്ച് കൂടുതൽ കിട്ടാനായി ഞങ്ങൾ ആ ഡോക്യുമെന്റ്സും കൊണ്ട് മാതൃക ഫിനാൻസിൽ ചെന്നു. ഹലോ. ആ എന്നാടാ പറയേ. വസ്തു പണയം വെക്കാനായിട്ട് കുന്നത്ത് വീട്ടിലെ ചാക്കോ മേസ്ത്രി വന്നിട്ടുണ്ട്. 2.5 ലക്ഷം വരെ ഞാൻ പറഞ്ഞു. അത് പോരെന്നാ അങ്ങേര് പറയുന്നത്. ഇതൊക്കെ നീ എന്നാത്താടാ എന്നോട് പറയുന്നത്? നേരിട്ടങ്ങ് ചെയ്താ പോരെ. അതല്ല മത്തായിച്ച, അയാളിപ്പോ കടവുമായിട്ട് ആകെ നിക്കക്കളിയില്ലാത്ത നിലയിലാ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ആ വീടും പുരയിടും നമുക്ക് ചുളു വിലക്ക് കിട്ടും. മാത്രമല്ല ആ ഗായത്രി മേനോൻ നോട്ടോട്ട് വെച്ചിരുന്നതാ. അയാളങ്ങനെ അത് വാങ്ങിച്ചാ അതിന്റെ ദോഷം നമുക്കാ. വിലയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. മത്തായത്തിനൊന്ന് സമ്മതം മൂളിയാൽ മതി. ആ എന്നാ വേണ്ടെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്താച്ചാ മതി. ഏതായാലും വൈകിട്ട് നീ ഇങ്ങോട്ട് വിളിക്കേ. ആ 8 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും വിൽക്കാൻ ഞങ്ങൾ ധാരണയായി. ഒരാഴ്ചക്കകം രജിസ്ട്രേഷൻ കഴിഞ്ഞ് പണവുമായി പത്തനംതിട്ടയ്ക്ക് വരാമെന്ന് റോസ്മേയുടെ അപ്പച്ചൻ പറഞ്ഞനുസരിച്ച് അന്ന് തന്നെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് പത്രത്തിൽ അവരുടെ മരണ വാർത്തയാണ് ഞാൻ കാണുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ്സ് മത്തായി അന്ന് തന്നെ വാങ്ങി വെച്ചിരുന്നോ? ഓ, ഡോക്യുമെന്റേഷന് വേണ്ടിയാണ് അയാൾ ആധാരം വാങ്ങിയത്. പിന്നീട് എപ്പോഴെങ്കിലും രജിസ്ട്രേഷൻ നടന്നായിട്ടറിയാവോ? നാട്ടിലേക്ക് ഞാൻ പോയതിനു ശേഷം പിന്നീടുള്ള ഒരു വിവരം എനിക്കറിയില്ലായിരുന്നു സർ. നിന്റെ കാമുകിയും കുടുംബവും മരിച്ചിട്ട് നീ എന്താ ബോഡി കാണാൻ പോകാതിരുന്നത്? സത്യത്തെ പേടിച്ചിട്ടാണ് ഞാൻ പോകാതിരുന്നത്. കാരണം കുവൈറ്റിലൊരു ജോലി ശരിയായി അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഞാൻ. അവിടെ വന്ന് ഞാനും റോസ്മേരിയുള്ള ബന്ധത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസിലോ മറ്റോ പെട്ടുപോയാൽ എന്റെ പോക്ക് മുടങ്ങുമെന്ന് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. നീ പറയുന്നതൊക്കെ നല്ലൊരു സിനിമാ കഥ പോലുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. കണ്ടുപിടിക്കാം.